ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗ്രോ ബാഗ്, അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഈ ഗ്രോ ബാഗിൽ. അപ്പോൾ ഈ ഗ്രോ ബാഗ് എങ്ങനെ നിറച്ചെടുക്കാം, എങ്ങനെ നിറച്ചാലാണ് നമുക്ക് കൂടുതൽ വിളവ് കിട്ടുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈസി മെത്തേഡാണ്, കൂടുതൽ പേർക്ക് അറിയായിരിക്കും, എങ്കിലും അറിയാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഈ ലിൻസീസ് ലിങ്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു ഗ്രോ ബാഗ് വാങ്ങുക. അതായത് ഗ്രോ ബാഗ് വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 150 മൈക്രോൺ തിക്നെസ് ഉള്ള ഗ്രോ ബാഗ് നോക്കി വാങ്ങിക്കുക. അതായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്. അതുപോലെ തന്നെ നിങ്ങൾ മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അതിൻ്റെ താഴ്വശത്ത് നല്ല ഹോൾസ് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ സൈഡ് വശം വേണമെങ്കിൽ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ മണ്ണ് നിറച്ചതിന് ശേഷം മടക്കി വെച്ചാലും മതി. ഓക്കെ, അന്നേരം ഞാനിവിടെ മണ്ണെല്ലാം നല്ല പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്നേരം മണ്ണിങ്ങനെ ഇളക്കി എടുക്കാൻ വേണ്ടി അതിലേക്ക് ഞാൻ മണ്ണിലേക്ക് ചേർത്തേക്കുന്നത് എല്ലുപൊടി ചേർത്തിട്ടുണ്ട്. എല്ലുപൊടി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. ഈ ചെടികളുടെയും അതുപോലെ തന്നെ പച്ചക്കറികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ എല്ലാ ന്യൂട്രിയൻസും അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. നൈട്രജൻ്റെ അളവും പൊട്ടാഷ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ചാരം ചേർക്കുക, ചാരമില്ല എങ്കിൽ നിങ്ങൾക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൊക്കോപ്പീറ്റ് നേരെ അളവിൽ, മണ്ണെടുക്കുന്നതിൻ്റെ നേരെ അളവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. കാരണം കൊക്കോപ്പീറ്റ് ചേർക്കുന്നത് മൂലം മണ്ണിൽ നല്ലതുപോലെ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി കാണും, വെള്ളം നല്ലതുപോലെ പിടിച്ചു നിൽക്കും, പെട്ടെന്നങ്ങ് മണ്ണങ്ങ് ഉണങ്ങിപ്പോകത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അന്നേരം ഇതെങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ആദ്യം തന്നെ ഒരു തൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. തൊണ്ട് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ തൊണ്ടിന് പകരമായിട്ട് ചകിരി ഇട്ട് കൊടുത്താലും മതി. അതിന് മുകളിലേക്ക് കുറേ കരിയില അങ്ങോട്ട് നിറച്ച് കൊടുക്കുകയാണ്. കരിയിലയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പച്ചില വളങ്ങൾ, അതായത് ശീമക്കൊന്നയുടെയൊക്കെ ഇല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ അടിയിലിട്ട് അങ്ങ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് പിന്നീട് അത് വളമായിട്ട് മാറിക്കോളും, ഗ്രാജുവലി അത് വളമായിട്ട് മാറും. അത് മാത്രമല്ല, നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ അടിയിലേക്ക് നമ്മൾ ഈ തൊണ്ടും ചകിരിയൊക്കെ നിറയ്ക്കുകയാണെങ്കിൽ മണ്ണ് പെട്ടെന്ന് കയറി ചൂടാകത്തുമില്ല. നമ്മൾ ഒഴിക്കുന്ന വെള്ളം അതിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ചെടികൾക്ക് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിയൊന്നും പോകത്തില്ല, ഒരുപാട് നാൾ നിൽക്കാനും അത് സഹായിക്കും. പെട്ടെന്ന് നമ്മുടെ ഈ തറ ചൂടാകുന്നതിനനുസരിച്ച് ഇത് മണ്ണൊന്നും ചൂടാകത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇവിടെ ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ താഴെ തന്നെ ഹോൾസ് ഉണ്ട്. ഹോൾസ് ഇല്ല എങ്കിൽ ജസ്റ്റ് സിസർ ഉപയോഗിച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതാണ് നല്ല ഹോൾസ് ഉണ്ട്. പിന്നെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല വലിപ്പമുള്ള ഗ്രോ ബാഗ് നോക്കി വാങ്ങാൻ. എന്നാൽ മാത്രമേ നമ്മൾ വഴുതന, അതുപോലെ പച്ചമുളക്, വെണ്ടയ്ക്കൊക്കെ നല്ലതുപോലെ വേരോടാനുള്ള ഒരു സ്പേസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് വിളവ് നല്ലതുപോലെ കിട്ടത്തുള്ളൂ. വാങ്ങാൻ നേരം കുറച്ച് വലിപ്പമുള്ള ഗ്രോ ബാഗ് തന്നെ വാങ്ങുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതേപോലെ തൊണ്ടിട്ട് കൊടുക്കുക. തൊണ്ടില്ലെങ്കിൽ നിങ്ങൾ ചകിരി ഇട്ട് കൊടുക്കുക. ഇതിന് തൊണ്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന ചകിരി നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ കരിയിലയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണങ്ങിയ ഇലകൾ തന്നെയാണ്. ഈ ഉണങ്ങിയ ഇലകളുടെ കൂടെ ശീമക്കൊന്ന പോലുള്ള ഇലകളും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിങ്ങനെ കരിയിലയും നമ്മൾ പച്ചിലകളും അതുപോലെ ഈ ചകിരിയൊക്കെ ചേർക്കുന്നത് മൂലം നമ്മുടെ ചെടിയുടെ അല്ലെങ്കിൽ ഈ പച്ചക്കറികളുടെയൊക്കെ വേര് നല്ലതുപോലെ ഓടാനത് സഹായിക്കും. എന്ന് മാത്രമല്ല, നല്ലതുപോലെ ആ ഗ്രോ ബാഗിൻ്റെ അകത്ത് നല്ലതുപോലെ ഈർപ്പം നിലനിർത്താനും സഹായിക്കും. ഇതൊക്കെയാണ് ഇത് നിറയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ മണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിൽ കുമ്മായം ചേർത്ത് കൊടുക്കണം. കുമ്മായം ചേർക്കുന്നത് ഒരു പിടി കുമ്മായം ചേർത്താൽ മതിയായിരിക്കും. അത് നമ്മൾ എന്തുമാത്രം മണ്ണാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കുമ്മായമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി. കുമ്മായം ഇല്ല എങ്കിൽ ചാരം ചേർത്ത് കൊടുത്താലും മതി. ചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വുഡ് ആഷ്, അത് ചേർത്ത് കൊടുത്താലും മതി.
ഇത് ചേർക്കുന്നത് മൂലം നമ്മുടെ മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ പറ്റും. മണ്ണിന് അസിഡിറ്റി കൂടിയതാണെങ്കിൽ നമുക്ക് ചെടികൾ അല്ലെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ അതിൻ്റെ വേരിൽ നിന്നും അതിന് കൂടുതൽ വളം ഒന്നും അബ്സോർബ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ കുമ്മായം അല്ലെങ്കിൽ ചാരമൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഗ്രോ ബാഗിൽ തക്കാളി നട്ടാണ്. ഈ ഗ്രോ ബാഗിൽ നമുക്ക് എന്തെല്ലാം നടാമെന്ന് ചിലർ ചോദിക്കും. ഗ്രോ ബാഗിൽ നമുക്ക് തക്കാളി, വഴുതന, പച്ചമുളക്, അങ്ങനെ പച്ചക്കറികളെല്ലാം, പയർ എല്ലാം തന്നെ നമുക്ക്, വഴുതന ഇതൊക്കെ തന്നെ നമുക്ക്, ചീര, ക്യാബേജ്, കോളിഫ്ലവർ, എല്ലാ പച്ചക്കറികളും തന്നെ നമുക്ക് ഈ ഗ്രോ ബാഗ്സിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ടെറസിൽ കൊണ്ടുവെക്കാം, നമുക്ക് ഇഷ്ടമുള്ള സ്പേസിലൊക്കെ വെക്കാനും പറ്റുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡാണ് ഗ്രോ ബാഗ് കൃഷി എന്ന് പറയുന്നത്. നല്ലതുപോലെ വിളവെടുക്കാനും പറ്റും. നിങ്ങൾ മണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മണ്ണ്, കൊക്കോപ്പിറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പിടി ചേർത്ത് കൊടുക്കുക. അതൊരു നാച്ചുറൽ ഫെർട്ടിലൈസറും അതുപോലെ തന്നെ ചെടികളൊക്കെ കുറേ നാൾ നല്ല ആരോഗ്യത്തോടെ നിൽക്കാനും അത് സഹായിക്കും. ഒരുമാതിരിയൊക്കെ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ വേപ്പിൻ പിണ്ണാക്കിനുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടി, ചാണകപ്പൊടി ഇല്ലായെങ്കിൽ ആട്ടിൻ കാഷ്ടം, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു മണ്ണ് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി. ഇത്രയും റിച്ച് ആയിട്ടുള്ളൊരു മണ്ണാണെങ്കിൽ നമ്മുടെ ഈ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ വിളവ് തരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഗ്രോ ബാഗിൽ ചെയ്യുന്ന കൃഷിയിൽ പച്ചക്കറികൾക്കൊക്കെ ഇലകൾക്ക് മഞ്ഞ നിറമൊക്കെ വരികയാണെങ്കിൽ, ഒരു നല്ല ഗ്രോത്ത് ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സോൾട്ട് വാങ്ങി നല്ലപോലെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. നല്ല രീതിയിൽ നിങ്ങൾക്ക് വിളവ് കിട്ടുന്നതായിരിക്കും. അത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ചെടിയിലൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതൊരു നല്ല മെത്തേഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആരെങ്കിലും ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.